5 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാമെന്ന് വി.ഡി. സതീശൻ പറയുന്ന കേസ് കുഞ്ഞാലി സാഹിബ് 5 കൊല്ലം കിട്ടിയിട്ടും പരിഹരിക്കാതെ മാറ്റിവെച്ചു. ഉത്തരവാദപ്പെട്ട ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇതിൽ ഇരകളോടൊപ്പമാണെങ്കിൽ അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കണ്ടേ? എറണാകുളത്ത് പ്രത്യേകിച്ച് കളമശ്ശേരിയിൽ ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച പി.കെ. ജലീൽ ലീഗുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടം കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ കളമശ്ശേരിയിൽ യു.ഡി.എഫിന് വേണ്ടി ലീഗ് സ്ഥാനാർത്ഥി കൂടിയായ വി. അബ്ദുൽ ഗഫൂറാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ലീഗുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് ലീഗുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത്? ഒന്ന്, പ്രധാനമായും മുസ്ലിം ലീഗിൽ ഒരു ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ലീഗ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് താഴെത്തട്ടിൽ മുതൽ നടന്ന് ജില്ലാ പ്രതിനിധികളെ വരെ തെരഞ്ഞെടുത്തു. പക്ഷെ 4 വർഷമായി പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഒരു കുടുംബം, അതായത് വി.കെ. ഇബ്രാഹിം കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പാണക്കാട് കുടുംബത്തിന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ ഗഫൂറിനെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി വാഴിക്കണം. അത് പ്രതിനിധികളായി കടന്നു വന്ന 150-ൽ 100-ലേറെ പേരും അത് സംഘടനയുടെ താല്പര്യത്തിന് അനുഗുണമല്ലാത്തതുകൊണ്ട് കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടത്താതെ യോഗം പിരിച്ചുവിട്ട് മുകളിൽ നിന്നും പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച ആളായി ഗഫൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായി തുടരുന്നു. അത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവും ലീഗിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ ബലികഴിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഒരു നിയോജകമണ്ഡലം കമ്മിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോ ഒന്നും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അത്തരമൊരു പാനൽ സമർപ്പിക്കുകയും മുൻകാലങ്ങളിൽ സംസ്ഥാന നേതൃത്വം തിരഞ്ഞെടുക്കുന്ന, സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഒരു പാർലമെൻ്ററി ബോർഡ് കൂടി അവർ ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നിടത്ത് ഈ വട്ടം അങ്ങനെ ഒരു പാർലമെൻ്ററി ബോർഡ് ഉണ്ടായിട്ടില്ല. തീരുമാനമെടുക്കുന്നതിന് പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തി. അതായത് സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റായ അനിയൻ തങ്ങളും കൂടി ഓരോരുത്തരെയും നേതാക്കളെ ഒറ്റക്കൊറ്റക്ക് കാണുന്നു. സ്റ്റേറ്റ് കൗൺസിലോ സ്റ്റേറ്റ് കമ്മിറ്റിയോ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റോ സ്റ്റേറ്റ് ഭാരവാഹികളുടെയോ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്യുകയല്ല. അവർക്കൊക്കെ ഒറ്റക്കൊറ്റക്ക് അഭിപ്രായങ്ങൾ പറയാം. അത് കേട്ടതിന് ശേഷം അവർ തീരുമാനിക്കുന്നു. ഒരു തങ്ങൾ കുടുംബം ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്. അത് ആത്മീയ നേതൃത്വം കൂടിയായി കണക്കാക്കപ്പെടുന്നവരാണ്. അവർ പരസ്യമായി അധികാര രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അധികാരം നിശ്ചയിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് മാറുന്നത് നല്ലൊരു പ്രവണത. അങ്ങനെയായിരുന്നില്ലേ പാണക്കാട് തങ്ങൾ പറയുന്നതല്ലേ ലീഗിലെ അന്തിമമായ വാക്ക്? അല്ല, പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തുമ്പോഴും ഇത്തരം ഏതെങ്കിലും പാർട്ടിയുടെ ബോഡി അത് കൂടി അതിലിരുന്ന് ചർച്ച ചെയ്താണ് തീരുമാനമെടുക്കുന്നത്. ഈ വട്ടം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ കുഞ്ഞാലി സാഹിബും തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഓരോരുത്തർക്ക് അഭിപ്രായങ്ങൾ ചെന്ന് പറയാം എന്ന് പറഞ്ഞാൽ കൂട്ടായൊരു ചർച്ചയില്ല. ഈ എറണാകുളത്തെ ലീഡർഷിപ്പിൽ ഈ പറയുന്ന ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പോ അവസരങ്ങൾ അങ്ങനെയൊന്നും ഇല്ലേ? ഇല്ല. ഈ കഴിഞ്ഞ മെമ്പർഷിപ്പിന് ശേഷം പുതിയ കമ്മിറ്റി ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത്തരം ഇടപെടലുകൾ സംസ്ഥാനത്തും അതുപോലെ തന്നെ വിദേശത്ത് പ്രവർത്തിക്കുന്ന KMCC-കളിലുമൊക്കെ ഉണ്ട്. അത് ലീഗിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നു. അത് മാത്രമല്ല ഞാൻ വിട്ടു നിൽക്കാനുള്ള കാരണം, മുസ്ലിം ലീഗിന് കേരളീയ സമൂഹത്തിൽ ഒരു മതേതര ഇടം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങളുമായാണ് ഇപ്പോൾ ലീഗ് മുന്നോട്ട് പോകുന്നത്. എന്താണത്? കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇവിടെ സാമുദായിക പ്രവർത്തനം വർഗീയമായി കാണുന്നൊരു നാടല്ല. അതുകൊണ്ടാണ് SNDP, NSS പോലുള്ള അതിൻ്റെ സ്ഥാപക നേതാക്കൾ ആയ കരുതുന്ന ഗുരുദേവനെ ആയാലും മന്നത്തപ്പനെ ആയാലും ഒക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളായാണ് നമ്മൾ കാണുന്നത്. ലീഗും അതുപോലെ ഒരു സാമുദായിക പ്രവർത്തനം നടത്തുന്നവർ എന്ന നിലയിൽ വർഗീയമായി കേരളീയ സമൂഹം കാണുന്നില്ല. ഇന്നത്തെ അവസ്ഥയിൽ ലീഗിന് ഒന്നുകൂടിയുള്ള പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ഒരു ഇസ്ലാമോഫോബിയയുടെ കാലത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ BJP ഇന്ത്യ ഭരിക്കുമ്പോൾ ഇരകളാക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ നിന്നും ചെറുപ്പക്കാർക്കിടയിൽ നിന്നും ഉയർന്നു വന്നാൽ അത് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് വഴിതെറ്റാതെ അവരെ ജനാധിപത്യ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ലീഗ് പോലെ ഒരു പ്രസ്ഥാനം ആവശ്യമാണെന്ന് കേരളത്തിലെ മുസ്ലിങ്ങളല്ലാത്ത ഇതര മത സമൂഹവും ജനാധിപത്യ കേരളവും കരുതുന്നു. ആ ഇടമാണ് മുസ്ലിം ലീഗിനുള്ളത്. ആ ഇടം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് തന്നെ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൈകോർക്കുന്നു. എന്ന് മാത്രമല്ല, അതിനേക്കാൾ അപകടകരം ഇപ്പോൾ മഞ്ചേശ്വരത്ത് SDPIയോട് പരസ്യമായി നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കണം, മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, BJPയെ ചെറുക്കാൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മുസ്ലിങ്ങൾക്ക് മാത്രമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അങ്ങനെ നടക്കേയില്ല. കാരണം ന്യൂനപക്ഷങ്ങളാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്നത്.
അവിടെ മുസ്ലിങ്ങൾ കൂടി ഒന്നിച്ച് നിന്നതുകൊണ്ട് പ്രശ്നം പരിഹാരമാകുമോ? ഇല്ല, അവിടെ വളരെ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഇത് ചെറുക്കണമെങ്കിൽ ഒരു മതേതര ശക്തികളുടെ ബദൽ കെട്ടിപ്പടുക്കാൻ കഴിയണം. അതാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ അതിൽ നിന്നും പിന്മാറി ഇത്തരമൊരു സന്ദേശം നൽകുമ്പോഴുള്ള അപകടം BJP ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ കേരളത്തിലും അവർ ഒന്നിച്ചു നിൽക്കുന്നു, അവരെ നമുക്കെതിരായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പുറം ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ അവർക്ക് അവസരമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം, തീവ്രമായ മോശമായ ഒരു രാഷ്ട്രീയം, അത് അപകടകരമാണ്. അങ്ങോട്ടാണ് മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്നത്. അതുപോലെ മുസ്ലിം ലീഗ് ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം, ക്രൈസ്തവ സമുദായം മുസ്ലിം ലീഗിൽ നിന്നും അകലുന്നു. മുസ്ലിങ്ങളിൽ നിന്നും അകലുന്നു എന്നാണ് പറയുന്നത്, ശരി, മുസ്ലിം ലീഗിൽ നിന്നും അകലുന്നു എന്നതാണ്. അപ്പോൾ അതിനും ഒരു പ്രചരണമായി എടുക്കുന്നത്. എന്നാൽ വസ്തുത എന്താണ്? എന്തുകൊണ്ടാണ് അകലുന്നത്? മുസ്ലിം ലീഗ് സത്യത്തിൽ ചെയ്യേണ്ടത്, ഒരേ വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആ വിഷയത്തെ നേരിടാൻ ഒന്നിച്ചു നിൽക്കുക എന്നത് സാധാരണഗതിയിൽ പ്രകൃതിദത്തമായൊരു നിയമമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ ഒരേ സ്വഭാവത്തിലുള്ള പീഡനം അനുഭവിക്കുന്നവരാണ്. അതിന് ചെറുക്കാൻ കൈകോർത്ത് പിടിക്കേണ്ടടുത്ത് മുസ്ലിം ലീഗ് ചെയ്യുക, ഇവരെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിന് പകരം മുസ്ലിം വിഷയം വരുമ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്യും. ക്രൈസ്തവ വിഷയമാണെങ്കിൽ അതേക്കുറിച്ച് പ്രസ്താവനയിൽ ഒതുക്കും. എന്ന് വെച്ചാൽ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് മുസ്ലിങ്ങളെ മാത്രം പിന്നോട്ട് വലിച്ച് ഇവിടെ കഴിയുമെങ്കിൽ മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തങ്ങൾ കുടുംബം നേതൃത്വത്തിലും 5-6 MLA-മാരും ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു പാർട്ടിയുമാണ്. ക്രൈസ്തവരുമായി ഏത് വിഷയത്തിലാണ് ലീഗ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാതിരുന്നത്? ഞാൻ ഈ പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ടിടത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ട മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്നില്ല. പിന്നെ കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഒരു വിഷയം മുനമ്പം വിഷയമാണ്. മുനമ്പം വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ മുസ്ലിം ലീഗ് വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ലൊരു മനുഷ്യൻ 404 ഏക്കർ ഭൂമി പ്രതിഫലം വാങ്ങാതെ ഫറൂഖ് കോളേജ് നടത്താൻ വേണ്ടി ദാനമായി നൽകുന്നു. അത് വഖഫാണ് എന്നും അല്ല എന്നും തർക്കമുണ്ട്. അത് വഖഫാണ് എന്ന് കരുതുമ്പോൾ അതിന് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. 950 ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് 2019 നവംബർ 20 അന്ന് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ബോർഡ് യോഗമാണ് ഈ 2019 മെയ് 20 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനമെടുത്തവർ തന്നെ വേറൊരു തങ്ങൾ പ്രശ്നമായപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? സ്വാഭാവികമായും വിശ്വസിക്കില്ല. അതിന് തൊട്ട് മുമ്പ് 2008 കിട്ടിയ ഒരു പരാതിയിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. 2009 വഖഫ് ബോർഡിൻ്റെ CEO ആയിരുന്ന, മുമ്പ് കാസർഗോഡ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന BM ജമാൽ, അദ്ദേഹം ഇത് വഖഫാണ് എന്ന് ഉത്തരവിട്ടു. അതിനുശേഷം ബോർഡിൽ വെച്ച് 2019 ബോർഡിൽ രജിസ്റ്ററിൽ ചേർത്ത് തിരിച്ചു പിടിക്കാൻ നടപടികൾ മുന്നോട്ട് പോയി. എന്നിട്ട് നിങ്ങളോടൊപ്പമാണെന്ന് ഇപ്പുറത്ത് ചെന്ന് പറയുന്നു. അതുകൊണ്ട് തീർന്നില്ല. അവിടെ കരമെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരായി കേരള നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് MLA ആണ്. എന്നിട്ട് അവിടെ ചെന്നിട്ടില്ല നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവർ വിശ്വസിക്കില്ല. ഇതുപോലെ നിലപാടുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഭരണകാലത്ത് ഈ വിഷയം എൻ്റെ മുമ്പിൽ വന്നു, പക്ഷേ ഞാൻ അത് തൊട്ടില്ല, മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 5 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാമെന്ന് VD സതീശൻ പറയുന്ന കേസ് കുഞ്ഞാലി സാഹിബ് 5 കൊല്ലം കിട്ടിയിട്ടും പരിഹരിക്കാതെ മാറ്റിവെച്ചു. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇതിൽ ഇരകളോടൊപ്പമാണെങ്കിൽ അവർക്ക് അനുകൂലമായി തീരുമാനമെടുക്കണ്ടേ? മാറ്റിവെച്ചതുകൊണ്ട് ഇത് കാലഹരണപ്പെടുമെന്നാണെങ്കിൽ ശരി. പ്രശ്നമായിട്ടൊക്കെ മാറിയത് പിന്നീട് സമീപകാലത്താണല്ലോ. അതെ, അപ്പോൾ ഭരണത്തിലില്ലല്ലോ. അപ്പോൾ ഭരണത്തിലില്ല. പക്ഷെ അതിന് മുമ്പ് തീരുമാനമെടുക്കാൻ തന്നെ മുമ്പിൽ വന്നപ്പോൾ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടുമായിരുന്നു. ചെയ്യാതെ മാറ്റിവെച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? കാലഹരണപ്പെടാത്തൊരു വിഷയം. കാരണം 50 ആധാരം 2019 ചെയ്യണമെങ്കിൽ ഏതാണ്ട് 69-70 കൊല്ലം കഴിഞ്ഞും തീരുമാനമെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ 700 കൊല്ലം കഴിഞ്ഞും തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം. അത് തന്നെ മുമ്പിൽ വന്നപ്പോൾ ഇരകൾക്ക് അനുകൂലമാണെങ്കിൽ അവർക്ക് അനുകൂലമായി പരിഹരിച്ചു കൊടുക്കേണ്ട ആൾ എല്ലാ കാലവും അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രാസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ ഈ വിഷയം ഞാൻ ഇട്ടിട്ട് പോയി എന്നല്ലേ അതിനർത്ഥം? അപ്പോൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിൽ പോലും തീരുമാനമെടുക്കാതെ ഇത്തരം തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് 2013 വഖഫ്
ഭൂമി ആർക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് നിയമം വരുന്നത്. അതുവരെ വഖഫ് ബോർഡിൻ്റെ അനുമതിയോടുകൂടി കൈമാറ്റം ചെയ്യാമായിരുന്നു. അങ്ങനെ അധികാരമുണ്ടായിരുന്ന കാലത്ത് ഇതേ പറവൂരിൽ ഈ മുനമ്പത്തിന് തൊട്ടടുത്ത് തന്നെ തത്തപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ 2.5 ഏക്കർ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ് പരാതി ലഭിച്ചപ്പോൾ അവരെ വിളിച്ചു വരുത്തി 8 പേർ കൈവശം വെച്ച കുടുംബങ്ങളുണ്ട്. ആ 8 പേർക്കും 3 സെന്റ് ഭൂമി വീതം 24 സെന്റും 1 സെന്റ് ഭൂമി വഴിക്കുമായി 25 സെന്റ് ഭൂമി വഖഫ് ബോർഡിൻ്റെ അനുമതിയോട് കൊടുക്കാം, കൈമാറ്റം ചെയ്യാം. കൊടുത്ത് ബാക്കി 2.5 ഏക്കറിൽ ബാക്കി ഭൂമി തിരിച്ചു പിടിച്ചു. അതുപോലെ ഇവിടെ പണം കൊടുത്ത് വാങ്ങിയ നിരപരാധികൾക്ക് വഖഫ് ബോർഡ് അനുമതിയോട് കൊടുക്കാൻ 2013 വരെ അവസരമുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാൽ സാഹിബ് പറയണേ ഞാൻ അത് തൊട്ടില്ല മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വിഷയം കൈകാര്യം ചെയ്ത് ഇതിൽ വീഴ്ച പറ്റി. പിന്നെ ഇത് അരമനയിൽ ചെന്ന് നിങ്ങളോടൊപ്പമാണ്, അതുപോലെ ചാനലുകൾക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പമാണ് എന്നല്ല പറയേണ്ടത്. ചെയ്യേണ്ടടുത്ത് ചെയ്യുകയും പറയേണ്ടടുത്ത് പറയുകയും ചെയ്യണം. ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അവിടുത്തെ ഇത് വഖഫായാലും അല്ലെങ്കിലും അവിടുത്തെ താമസക്കാർക്ക് ഇറങ്ങിപ്പോകാതെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ വെച്ചു. ആ കമ്മീഷന് മുമ്പിൽ കടലാസ് സംഘടനകളായ മുസ്ലിം സംഘടനകൾ വരെ വന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു. അവിടെ വന്ന് മുസ്ലിം ലീഗ് കക്ഷി ചേർന്നതേ ഇത് വഖഫല്ല, ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറയണ്ടേ? അവിടെ അവർ വന്നില്ല. ഈ വിഷയം വഖഫാണോ അല്ലയോ എന്ന വിഷയം ട്രൈബ്യൂണലിൻ്റെയും ഹൈക്കോടതിയുടെയും പരിഗണനയിൽ പെൻഡിംഗ് ആണ്. അവിടെയും കക്ഷി ചേർന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തീരുമാനം പറയേണ്ടിടത്ത് ഇടപെടേണ്ടിടത്ത് ചെയ്തില്ല. ഇന്ത്യ ഗവൺമെൻറ് ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു പാർലമെൻറ്റിൽ. ആ ഭേദഗതി നിയമത്തിൽ ഇത് പരിഹരിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞ് BJP പ്രചരണം നടത്തുകയും കേന്ദ്രമന്ത്രിയായിരുന്ന കിരൺ റിജു ഇവിടെ വന്ന് സമരപ്പന്തലിൽ വന്ന് പറയുകയും ചെയ്തു. അതിനെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലീഗും പറഞ്ഞു അങ്ങനെ ഒരു വകുപ്പ് പ്രകാരം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അങ്ങനെ പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ പാർലമെൻറ്റിൽ ഇവർക്ക് സഹായകരമായ നിലയിൽ ഒരു ഭേദഗതി കൊടുത്ത് പരിഹരിക്കാൻ ലീഗിൻ്റെ 5 MP മാരില്ലേ, ഇവർക്ക് അനുകൂലമാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ട ഘട്ടത്തിലോ പറയേണ്ട ഇടത്തോ ഒന്നും പറയാതെ അക്ഷരാർത്ഥത്തിൽ ഇവരെ വഞ്ചിക്കുകയും എന്നാൽ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയുകയും ചെയ്തു. എന്നതുകൊണ്ടാണ് ആ സമുദായം എന്ന് മനസ്സിലാക്കി ലീഗിൽ നിന്ന് അകന്നുപോയത്. ലീഗിൽ തുടരാൻ കഴിയില്ല എന്നാണോ? തീർച്ചയായും ഒരു മതേതര സംസ്കാരമുള്ളിടത്ത് നമുക്കിതിന് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ തികച്ചും വർഗീയമായ ഒരു സമൂഹത്തെ മാറ്റി നിർത്തി അത് അവർക്ക് അപകടമാണ്. പ്ലാവില കാട്ടി അറവശാലയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ മുസ്ലിങ്ങളെ ഇന്നത്തെ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് തന്നെ പറയുന്നു മുസ്ലിം ലീഗ് അപകടമാണെന്ന്. കാരണം എന്താ വെച്ചാൽ അവർ സ്വത്ത രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെത്. മുസ്ലിങ്ങൾക്ക് സ്വന്തമായി സംഘടിക്കുകയും അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അത്തരത്തിൽ സംഘടിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഉവൈസിയുടെ പാർട്ടി നിങ്ങളറിയും. ആ പാർട്ടി അവിടെ ഹൈദരാബാദിലെ ടാവട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്നവർ ഇന്നിപ്പോൾ 3 സംസ്ഥാനങ്ങളിൽ MLA-മാരും MP-മാരുമുള്ള പാർട്ടിയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് 5 MLA-മാർ അവർ ജയിച്ചു വന്നു. കോൺഗ്രസിന് പോലും 5 പേരേ ഉള്ളൂ. പക്ഷേ ആ തെരഞ്ഞെടുപ്പുകളിൽ അവർ മത്സരിക്കുമ്പോൾ ലീഗ് എടുക്കുന്ന നിലപാടെന്താ? മതേതര വോട്ടുകൾ അവർ ഭിന്നിക്കുന്നത് BJPക്ക് സഹായകരമാണ്, അതുകൊണ്ട് B ടീമാണ് BJPയുടെ എന്നാണ് ആക്ഷേപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇതേ സ്വത്ത് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗും പറയുന്നത് മുസ്ലിം വോട്ടിന്റെ ഭാഗമല്ലേ ഇവിടെ അത് പാർട്ടി അങ്ങനെയല്ല. അതെ, പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും ഉണ്ട് ഈ പ്രശ്നം. കാലം മാറി. പണ്ട് അവിടെ പോയി മത്സരിക്കണം, ഇപ്പം ഇവിടെ മത്സരിച്ചാലും മതി. ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ജയിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. എന്നാൽ അതേ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോൽപ്പിച്ചത് മുസ്ലിം ലീഗാണ്. കാരണം ഈ കൊടിയും ഇതും അവിടെ പ്രചരണത്തിന് വേണ്ടി BJP ഉപയോഗിക്കുകയും അസ്തിത്വത്തെ നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ആ അസ്തിത്വം ഇന്ന് ചോദ്യം അസ്തിത്വം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലാണ്. ലീഗ് തന്നെ അത് സമ്മതിക്കുന്നു. കാരണം ഈ കൊടി പിടിച്ചാൽ അപകടമാണ്, തോക്കും. അതുകൊണ്ട് ഇനി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കൊടി പിടിക്കേണ്ടെന്ന് ലീഗ് പറഞ്ഞല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ. അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ഓഫീസ് ഡൽഹിയിൽ തുടങ്ങി. ആ ഓഫീസിൻ്റെ മുമ്പിൽ ഉയർത്തിയ കൊടിയിൽ ലീഗിൻ്റെ പതാകയല്ല, ചിഹ്നം മാറ്റി. അപ്പോൾ ഇതൊക്കെ രാജ്യത്ത് അപകടമാണ് എന്ന് ലീഗ് സമ്മതിക്കുന്നു. മുസ്ലിം ലീഗ് ആ പേരിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രചരണം എന്താ? മുസ്ലിം ലീഗ് മാവോ കോൺഗ്രസ് എന്താണ്? അപ്പോൾ ഈ പേരും പ്രശ്നമായി മാറാൻ പോകുന്നു. അങ്ങനെയുള്ളിടത്ത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന് തുല്യമല്ലേ ഒരർത്ഥത്തിൽ? അതെ, പക്ഷേ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുമ്പോൾ ഈ സമൂഹത്തിൽ, ഈ മതേതര സമൂഹത്തിൽ നിലനിൽക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് യോജിക്കുന്ന ഈ സംരക്ഷണം നൽകാൻ കഴിയുന്ന മതേതര ശക്തികളുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മുഖ്യധാരയിലേക്ക് കടന്നു വരിക എന്നതാണ് ഇതിന് പരിഹാരം. മറിച്ച് വേറിട്ട് ഒരു അസ്തിത്വത്തോടെ പ്രവർത്തിക്കുന്നത് വീണ്ടും ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയത വളരാനും അവിടെ
അപകടം സൃഷ്ടിക്കാൻ ഉതകും. അപ്പോൾ താങ്കൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് പോകുമോ? തീർച്ചയായും ഞാൻ CPM-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആയി. എത്ര കാലം ലീഗിൽ പ്രവർത്തിച്ചു? ഒരു 50 വർഷം. ഞാൻ 13ാമത്തെ വയസ്സിൽ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ MSF-ൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി തുടങ്ങി. പിന്നീട് യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, മുസ്ലിം ലീഗിൻ്റെ ഒരു 30 വർഷം ജില്ലാ ഭാരവാഹി, 30 വർഷത്തോളം തൃക്കാക്കര പഞ്ചായത്തിൽ ആദ്യത്തെ മുസ്ലിം ലീഗുകാരനായ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ MSF-കാരനായ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, കോളേജ് യൂണിയൻ ചെയർമാൻ, ഇതെല്ലാം സ്ഥാനങ്ങളൊക്കെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി വഹിച്ച് പ്രവർത്തനം നടത്തിയതാണ് 50 വർഷം. ഈ ഇലക്ഷൻ ഘട്ടത്തിലും ലീഡേഴ്സിനോടൊക്കെ പറഞ്ഞില്ലേ, അറിയാവുന്ന ലീഡേഴ്സിനോടൊക്കെ പറഞ്ഞു? തീർച്ചയായും എൻ്റെ ഈ ആശയം പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിലുമൊക്കെ ഈ ലീഗിൻ്റെ കേവലമായ സംഘടനാപരമായ പ്രശ്നമല്ല, മറിച്ച് ആശയപരമായ ഒരു ഭിന്നതയാണ് താങ്കൾ അതുണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം ശരിയാണ്. കാരണം മുസ്ലിങ്ങൾ പുതിയ ജൻസി അവരാലോചിക്കണം. പുതിയ തലമുറ ഒറ്റയ്ക്ക് നിന്ന് ഒരു വ്യതിരിക്തമായി സമൂഹത്തിൽ ഒരു നില കെട്ടിപ്പടുത്തുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ കഴിയുമോ എന്നത്. അപ്പോൾ CPM-മായി സഹകരിച്ച് ഇനി അങ്ങോട്ടേക്ക് പ്രവർത്തിക്കാൻ തീർച്ചയായും. പിന്നെ ഉള്ളത് ലീഗ് ആവശ്യമല്ലേ, ലീഗല്ലേ കേരളത്തിന് ഈ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് നേട്ടമുണ്ടാക്കിയത് എന്നൊരു ചോദ്യം ഉയർന്നു വരാറുണ്ട്. ലീഗിനെ പുതിയ തലമുറയെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും പിടിച്ചു നിർത്തുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ നോക്കുക. അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കേരളത്തിൽ ഉണ്ടായത് മുസ്ലിം ലീഗ് വഴിയാണ് എന്നാണ്. ലീഗിന് പങ്കുണ്ടെങ്കിലും അത് ഒരുപക്ഷെ ഒരു ആത്മവിശ്വാസം നൽകാനുള്ള പങ്കുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് തമ്മിൽ ഇപ്പോൾ വിശ്വനാഥ് ആനന്ദ് ചെസ് കളിക്കാരൻ എൻ്റെ മോനും തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കുമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വിശ്വനാഥ് ആനന്ദിന് കിട്ടിയ അതേ അവസരങ്ങളും അതേ പരിശീലനവും ലഭിച്ച ഒരാളുമായാണ് താരതമ്യം ചെയ്യേണ്ടത്. ഇവിടെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ വിഭജനാനന്തരം നമുക്കറിയാം പാകിസ്ഥാനിലുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും ചോരപ്പുഴ നീന്തി കടന്നു. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ ഇന്നും വർഗീയ ലഹളയായി മാറുന്ന ഒരു സ്ഥലത്ത് അവിടെ സുരക്ഷിതത്വ ബോധമില്ലാതെ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാനോ തൊഴിൽ ചെയ്യാനോ ഒന്നും വേണ്ടത്ര സൗകര്യമോ സുരക്ഷിതത്വം ഇല്ല. ഇടതുപക്ഷം അടക്കമുള്ള സംഘടനകളുടെ സംഭാവനയാണ് എന്നാണോ? കേരളത്തിലൊരു സാമൂഹ്യ പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ സാമൂഹ്യജന്മാരുടെ സാമൂഹ്യ പരിഷ്കരണത്തിൽ ആ ദുരന്തം കേരളത്തിലെ മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ താരതമ്യം ചെയ്യേണ്ടത് ഇതേ അവസ്ഥയിലുള്ളവരുമായിട്ടാണ്. ഈഴവർ അവർ ഇതേ അവസ്ഥയിൽ വളർന്നു വന്നവരാണ്. അവരും മുസ്ലിങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്ക്. ഇവിടുത്തെ ഈഴവർ അല്ലെങ്കിൽ നായർ സമുദായം അവരൊക്കെ NSS-ഉം SNDP-യുമാണ് ഉണ്ടാക്കിയത്. രാഷ്ട്രീയ പാർട്ടിയായി ഒരു അധികാര ശക്തിയായി വളർന്നിട്ടില്ല. എന്നിട്ടും അവർ സർക്കാർ സർവീസിൽ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യമുണ്ട്. അവർക്ക് സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനവും ആവശ്യത്തിനുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ അധികാരം കൈയാളിയിട്ടും അത്രയും എത്തിയില്ല. എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം അല്ലെങ്കിൽ മതേതര ശക്തികളോടൊപ്പം കൈകോർത്ത് നിന്നുകൊണ്ട് ആ സമുദായങ്ങളെല്ലാം വളർന്നപ്പോൾ മുസ്ലിം ലീഗ് വഴി ഈ സമുദായം വളർന്നുവെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നിലപാട് പരസ്യമാക്കി പുതിയൊരു ലൈൻ സ്വീകരിക്കുക. തീർച്ചയായും. അപ്പോൾ അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്ന് വിശദീകരിക്കുകയാണ്. ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്ന് കൂടിയാണ് വ്യക്തമാക്കുന്നത്.